നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ചീട്ടുകൊട്ടാരം പോലെ തകരുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ഗോഹട്ടിയിലെ ടെസ്റ്റിൻ്റെ 3-ാം ദിവസത്തെ ആദ്യ സെഷൻ കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. 95-1 എന്ന നിലയിൽ നിന്ന് ഇന്ത്യൻ ടീം ഇതാ ഇപ്പോൾ 102-4 എന്ന രൂപത്തിലേക്ക് തകർന്നിരിക്കുന്നു. 6-7 റൺ എടുക്കുന്നതിനിടക്ക് നമുക്ക് നഷ്ടമായത് 3 വിക്കറ്റുകളാണ്. ശരിക്കും വലിയ ട്രബിളിലേക്കാണ് വീണു പോയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർമാർ 3 വിക്കറ്റ് എടുത്തപ്പോൾ യെൻസൺ 1 വിക്കറ്റും എടുത്തു. ഇന്ത്യ 102-4. ഇപ്പോൾ ക്രീസിലുള്ളത് നായകൻ ഋഷഭ് പന്ത് 6 റൺസുമായിട്ട് ക്രീസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു സിക്സറൊക്കെ പൊട്ടിച്ചാണ് ആ 6 റൺസ്. ജഡേജ 3 പന്തുകൾ നേരിട്ട് റൺ എടുക്കാതെയും ക്രീസിലുണ്ട്. ഇതാണ് അവസ്ഥ. ഇന്ന് വളരെ വാച്ച്ഫുള്ളായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സ് 489 ആയിരുന്നല്ലോ. സോ ഒരു വലിയ റൺമല കയറാനുണ്ട്. വളരെ വാച്ച്ഫുള്ളായിട്ടാണ് തുടങ്ങിയത്. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്നുകൊണ്ട്. പക്ഷേ ആദ്യം രാഹുൽ വീണത് ഇന്ത്യൻ സ്കോർ 65 നിൽക്കവെയാണ്. രാഹുൽ 63 പന്തുകളിൽ നിന്ന് 22 റൺസാണ് അടിച്ചിരുന്നത്. കേശവ് മഹാരാജിൻ്റെ പന്തിൽ എയ്ഡൻ മാർക്രം പിടിച്ച് പുറത്തായി. ജയ്സ്വാൾ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി തികച്ചു. പക്ഷേ 95 റൺസിൽ ഇന്ത്യയുടെ സ്കോർ എത്തുമ്പോൾ ജയ്സ്വാൾ പുറത്താകുന്നു. ജയ്സ്വാൾ 97 പന്തിൽ നിന്ന് 7 ഫോറും 1 സിക്സും അടക്കം 58 റൺസാണ് അടിച്ചിരുന്നത്. സിമോൺ ഹാർമറാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. അതേസമയം പിന്നാലൊരു കൊളാപ്സാണ് നമ്മൾ കണ്ടത്. സായി സുദർശൻ 15 റൺസുമായിട്ട് പോകുന്നു. നമ്പർ 3 ബാറ്റ് ചെയ്യാനെത്തിയ സുദർശൻ 40 പന്തിൽ നിന്നാണ് 15 റൺസ് അടിച്ചിരുന്നത്. ധ്രുവ് ജുറൽ ഡക്കായിട്ട് മടങ്ങി. അങ്ങനെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ 102-4 എന്ന നിലയിൽ ഇന്ത്യൻ സ്കോർ നിൽക്കവേ ചായക്ക് വിരിഞ്ഞിട്ടുണ്ട്. അവിടെ ആദ്യം ചായയാണ്, പിന്നാണല്ലോ ലഞ്ച്, നമുക്കറിയാമത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ ഇന്ത്യ 102-4 സ്റ്റിൽ 387 റൺസ് നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ആദ്യ ഇന്നിങ്സിനേക്കാൾ പുറകിലാണ്. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ 2-ാം സെഷനിൽ നായകൻ ഋഷഭ് പന്തും അതുപോലെ രവീന്ദ്ര ജഡേജയും ഉത്തരവാദിത്വത്തോടുകൂടി കളിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വീണ്ടും ഹാർമറുടെ മാരക പ്രകടനം. 11 ഓവറിൽ 39 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. കേശവ് മഹാരാജ് 9 ഓവറിൽ 29 റൺസിന് 1 വിക്കറ്റ് എടുത്തു. യെൻസൺ 10 ഓവറിൽ 23 റൺസിന് 1 വിക്കറ്റ് എടുത്തു. കഴിഞ്ഞ കളിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ഹാർമറായിരുന്നു. ഇവിടെ ഇതാ 4 വിക്കറ്റ് വീണപ്പോൾ പകുതിയും ഹാർമർ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.